ഓരോ തെരഞ്ഞെടുപ്പ് വന്നു പോകുമ്പോഴും ബാക്കിയാവുന്നത് കോഴിക്കോട് കോംട്രസ്റ്റ് ഫാക്ടറി തൊഴിലാളികളുടെ വിലാപങ്ങളാണ്. ഇലക്ഷൻ സമയമാവുന്നതോടെ വാഗ്ദാനങ്ങളുമായി സ്ഥാനാർത്ഥികൾ സമീപിക്കും. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി സമരരംഗത്തുള്ള ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രം ആരും മുൻകൈയെടുക്കുന്നില്ല. 2009 ഫെബ്രുവരി 1 നഷ്ടക്കണക്കുകൾ നിരത്തിക്കൊണ്ട് അധികൃതർ ഫാക്ടറി പൂട്ടുന്നത്. തുടർന്ന് നിരവധി സമരങ്ങളും ചർച്ചകളും നടന്നു. ഒടുവിൽ കമ്പനി തുറന്നു പ്രവർത്തിക്കണമെന്നും അടച്ചുപൂട്ടിയ അന്നു മുതലുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകണമെന്നും 2017 ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ വിധി പുറപ്പെടുകയും ചെയ്തു. കോംട്രസ്റ്റ് ഏറ്റെടുക്കൽ ബില്ലിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ട് പോലും തുടർന്നു വന്ന ഒരു സർക്കാരുകളും ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥികൾ തൊഴിലാളികൾക്ക് ഉറപ്പു കൊടുക്കുമെങ്കിലും എല്ലാം പാഴ്വാക്കുകളായി മാറി. 15 കൊല്ലമില്ലേ സമരം ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ പോകാന്നല്ലാതെ ഇതിനൊരു അവസാനം ഇതുവരെയും കാണുന്നില്ല. 2 പ്രാവശ്യമായിട്ടും ഇപ്പോൾ ഭരണം തന്നെയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു തീരുമാനമായിട്ടില്ല. അത് എത്രയും ഇനിയും ഇങ്ങനെ വൈകിക്കാതെ എത്രയും പെട്ടെന്നൊന്ന് ഇതൊന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണം എന്നാണ് പറയാനുള്ളത്. ഭൂരിഭാഗം തൊഴിലാളികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്, ഈ കോംട്രസ്റ്റ് പ്രശ്നം എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. കൊല്ലം 5 കഴിഞ്ഞ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പോലെ പ്രകടന പത്രികയിലും കോംട്രസ്റ്റ് വിഷയം തന്നെ അവർ പറയണത്. ഞങ്ങളതിന് എല്ലാ നിയമനിർമ്മാണങ്ങളും നടത്തി ഞങ്ങളത് പുനരുജ്ജീവിക്കുമെന്നാണ് പറയണത്. പക്ഷേ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുവരെ? തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വലിയ ഇതിൽ പറയുന്ന ആൾക്കാരാണല്ലോ, ഒരാൾ ചെയ്ത് കാണിക്കട്ടെ. ഞങ്ങൾ അത്രയും അടുത്തിട്ടാണ് ഇവിടെ കുത്തിരിക്കുന്നത്. തലസ്ഥാനത്ത് പോയി വരെ സമരം ചെയ്തെങ്കിലും പ്രയോജനമുണ്ടായില്ല. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ 16 വർഷങ്ങൾ ഇടയിൽ നടന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ ഗൗരവമായി ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ട്രിവാൻഡ്രത്ത് കോവിഡിന് മുമ്പ് 6 മാസം തുടർച്ചയായിട്ട് KSIDCന് മുമ്പിൽ സമരം നടത്തി. ഇതപ്പം വിളിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നു ഞങ്ങൾ. പിന്നെ കോവിഡ് വന്ന് ഒരു വിളിയും ഒന്നും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.